നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും. കൊരിന്ത്യയിലെ ദൈവസഭ പൗലോസാണല്ലോ സ്ഥാപിച്ചത്. പൗലോസ് സ്ഥാപിച്ച കൊരിന്ത്യ പട്ടണം എന്ന് പറയുന്നത് അധാർമികത കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. ഭയങ്കരമായൊരു വാണിജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, പ്രസിദ്ധമായ സ്ഥലമായിരുന്നു. ആ ദേശത്ത് ധാർമ്മികമായിരിക്കുന്ന ഒരു നീതിയുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് പൗലോസ് സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഏകദേശം 1.5 വർഷത്തോളം ആ സഭയിലെ പാസ്റ്ററായി ശുശ്രൂഷിച്ചു. അതിനുശേഷം താൻ പോയി പല സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുവാനിടയായത്. അത് കഴിഞ്ഞപ്പോൾ കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചില സംശയ നിവാരണത്തിനും ചിലരെ കാര്യങ്ങൾ പ്രബോധിപ്പിച്ച് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ട് താൻ അയച്ച ഒരു എഴുത്താണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ഇതിൽ നമ്മൾ വായിച്ചപ്പോൾ ഉന്നതന്മാരായ വ്യക്തികൾ സഭയ്ക്കകത്ത് വന്നു. സഭയ്ക്കകത്ത് ഉന്നതന്മാരായ വ്യക്തികൾ വന്ന് അവിടെ ദൈവസ്നേഹം പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. സഭ അല്പം കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് ഭിന്നപക്ഷങ്ങളുണ്ടായി. ഇത് ആദ്യ നൂറ്റാണ്ടിലും ഇപ്പോഴും ഉണ്ട്. അത് ദൈവകൃപയാൽ ഇല്ലാത്തത് നമ്മുടെ പെനിയൽ ചർച്ചിൽ മാത്രമാണെന്നാണ് എൻ്റെ ചിന്ത. ഭിന്നപക്ഷങ്ങൾ ഒന്നുമില്ലാതെ ഒരു ദൈവദാസന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടു പോകുന്ന ഒരു ദൈവസഭയായിട്ട് നമ്മളെ കർത്താവ് വളർത്തിക്കൊണ്ട് വരുന്നതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പക്ഷം പിടിച്ച് വിശ്വാസിന്റെ വലിയൊരു തന്ത്രമാണ്. അവസരം കിട്ടിയെന്നാൽ 4 പേരെ കൂടുന്നിടത്ത് ഒന്നിച്ചെന്നാൽ ഒരു പക്ഷത്ത് പറയും, മറുപക്ഷത്തെ കളയുന്ന അനുഭവങ്ങൾ. എന്നിട്ട് ഇവർ അവരെയും താഴ്ത്തും. അങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാ ദൈവസഭകളിലും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ എന്തോ അവസരമില്ലാഞ്ഞിട്ടാണോ കർത്താവ് അനുവദിക്കാഞ്ഞിട്ടാണോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യണം? മാറിപ്പോകണം. പൗലോസ് ചോദിക്കുക, നിങ്ങൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? നിങ്ങൾ ക്രിസ്തുവിനെയല്ലേ വിശ്വസിച്ചത്, സ്നേഹിച്ചത്? ക്രിസ്തുവല്ലേ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? നിങ്ങൾ പിന്നെ പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നത് എന്താ? അപ്പൊല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നത് എന്താ? കേഫായുടെ പക്ഷക്കാരെന്ന് പറയുന്നത് എന്താ? അവരുടെ പ്രസംഗമാണല്ലോ. അപ്പൊല്ലോസ് എന്നൊക്കെ പറയുന്നത് വാഗ്മിയാണ്. വായിലെ ഓരോ വാക്കുകളും വീഴുന്നത് മുത്തുമണികൾ പോലെ വീഴുന്ന പ്രസംഗകനാണ് അപ്പൊല്ലോസ്. പൗലോസ് പോയിട്ട് അപ്പൊല്ലോസാണ് ശുശ്രൂഷിച്ചത്. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു അപ്പൊല്ലോസ് മതിയാക്കി. ക്രിസ്തുവാണ് നിങ്ങളുടെ എല്ലാം എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ഇത് ഞാൻ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു കാര്യം വായിക്കാം. ഞാൻ 23-ാമത്തെ വാക്യം വായിച്ചു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പുതിയ നിയമസഭയ്ക്ക് പ്രസംഗിക്കാനുള്ള വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. എന്ന് ചിലർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇഷ്ടമില്ല. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ലോകത്തിലെ യേശു ക്രിസ്തു ഒഴിച്ച് ക്രൂശിക്കപ്പെട്ട മരിച്ച ഒരാളിനെ പ്രസംഗിക്കുന്ന ഏതെങ്കിലും മതമോ സമൂഹമോ സമുദായമോ തത്വസംഹിതകളോ ഉണ്ടോ? ക്രിസ്ത്യാനികളുടെ മാത്രം പ്രത്യേകതയാണ് ക്രൂശിക്കപ്പെട്ടവനെയാണ് നമ്മൾ ഒന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ഇത് പറയും, കർത്താവേ അങ്ങനെക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ. നമ്മളൊന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവേ ഉണ്ട്. നമ്മൾക്കൊരു ഉപവാസയോഗം നടത്തിയാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവേ ഉണ്ട്. നമ്മുടെ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തിയാൽ അവിടെ
ക്രൂശിക്കപ്പെട്ട യേശുവാണ്. ലോകത്തിൽ ക്രൂശിക്കപ്പെട്ട മരിച്ച ഒരാളുടെ മരണത്തെ ഇതുപോലെ പ്രകീർത്തിക്കുന്ന മറ്റൊരു സ്ഥലമില്ല. അതാണ് ബൈബിളിന്റെ പ്രത്യേകത. നമ്മൾ യേശുവിന്റെ മരണമാണ് ആഘോഷിക്കുന്നത്. ഇത് യേശുവിന്റെ മരണം ആഘോഷിക്കാനാണ് കർത്തൃമേശ. നമ്മുടെ എല്ലാ ശുശ്രൂഷയിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. എല്ലാ നിമിഷവും കർത്താവേ, എനിക്ക് പകരക്കാനായിട്ട് അങ്ങ് വന്ന് മരിച്ചല്ലോ, ആ രക്തം എനിക്ക് വേണ്ടി ചിന്തിയല്ലോ. ഇതാണ് നമ്മളുടെ പ്രശംസ. ഹല്ലേലൂയ. ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 6:14 പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും, ഞാൻ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടു. അപ്പൊ ക്രൂശിക്കപ്പെട്ട യേശുവാണ് ക്രിസ്ത്യാനികളുടെ അഭിമാനം. അപ്പൊ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പറയാം, ഇന്ന് ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കുമല്ലോ. ഇപ്പം എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് ഏകദേശം 10-30 വർഷം ആകാൻ പോകും. ഈ ആകാൻ പോകുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പറയും, ഇവിടെ നമ്മുടെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ, അമ്മച്ചി മരിച്ചപ്പോൾ അത് ഏത് ദിവസമായിരുന്നു, ചിലപ്പോൾ അതുപോലും ഒക്കെ മറന്നു. അത് ഇത്രയും വർഷമായില്ലേ, ഡേറ്റ് പോലും മറന്നു. ഇവിടെ നിങ്ങളുടെ അമ്മമാര്, അപ്പന്മാര്, സഹോദരങ്ങളൊക്കെ മരിച്ചുപോയി. പലപ്പോഴും ഓർക്കുന്നുണ്ടോ? അതല്ല. പക്ഷേ യേശുവിന്റെ മരണം മാത്രം എന്തായത്? എല്ലാ നിമിഷവും ഓർക്കുന്നത് ആ മരണത്തിന് അവിടെ എന്തോ കാതലായ കാര്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും മരിച്ചതുപോലല്ല യേശുവിന്റെ മരണം. നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയപ്പെടുന്ന ഗാന്ധിജി മരിച്ചു. ഗാന്ധിജി മരിച്ചത് എപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്? അന്നത്തെ ദിവസം ഗാന്ധി സമാധി എന്നുള്ള ദിവസമുണ്ട്. അന്നത്തെ ദിവസം പേപ്പറിൻ്റെ അകത്ത് ഒരു ചെറിയ കോളത്തിനകത്ത് ഗാന്ധിജിയുടെ ഒരു ഫോട്ടോയും അദ്ദേഹത്തെ കുറിച്ചുള്ള ലേഖനമൊക്കെ ചിലപ്പോൾ നടുക്കത്തെ പേജിനകത്ത് കാണും. അത്രയാണ് ഓർക്കുന്നത്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണോ, ഈ 2024 വർഷമായിട്ട് ഈ ക്രൂശാണ് നമ്മുടെ എല്ലാവരുടെയും പുകഴ്ചയും പ്രശംസയും. ഓരോ നിമിഷവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. മറ്റു മരണങ്ങളും, യേശുവിന്റെ മരണം, യേശുവിനെ കൊലപാതകമായിരുന്നോ യേശുവിന്റെ മരണം? അല്ല. ആത്മഹത്യയായിരുന്നോ? അപകടത്തിൽപ്പെട്ടതാണോ? ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ കൊടുത്തതാണോ? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത നമ്മളിവിടെ പൗലോസ് പറയുക. എനിക്ക് പൗലോസിന് അറിവില്ലാത്ത വ്യക്തിയാണോ? തത്വസംഹിതകൾ മുഴുവൻ പഠിച്ച ആളാ, ന്യായപ്രമാണം മുഴുവൻ പഠിച്ച ആളാ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യം പങ്കുവെക്കാനുണ്ട്, അറിവ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കഥ പോലും പറയാതെ, കഴിയുമെങ്കിൽ അത്യാവശ്യം വേണ്ടുന്നിടത്ത് മാത്രം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയല്ലാതെ മറ്റൊന്നും പറയാറില്ല. പക്ഷെ ഞാൻ അത് അവരുടെ എല്ലാ പ്രസംഗത്തിലും അബ്രഹാമിന്റെ ജീവിത ശൈലികൾ പ്രസംഗിച്ച് കാണും, യോസേഫിനെ കുറിച്ച് പ്രസംഗിച്ച് കാണും. അത് നമ്മൾ പ്രസംഗിക്കേണ്ടതാണ്, തെറ്റല്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്രൂശിക്കപ്പെട്ട യേശുവാണ് നമ്മുടെ സംസാരം, നമ്മുടെ പ്രസംഗം, നമ്മുടെ ചിന്തകൾ എല്ലാം ആയിത്തീരണം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് ഈ വായിച്ച 2-ാം അധ്യായത്തിലെ 2-ാം വാക്യം, ക്രൂശിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അത് എൻ്റെ ഒരു നിർണയമാണ്, എൻ്റെ ഒരു തീരുമാനമാണ്. എനിക്ക് വേറൊന്നും അറിയത്തില്ല. എനിക്ക് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ വേറൊന്നും അറിയണ്ടെന്ന് ഞാൻ അങ്ങ് നിർണയിച്ചു. ജ്ഞാനികളുടെ ജ്ഞാനിയാണ് പൗലോസ്. ഹല്ലേലൂയ. ആ ജ്ഞാനം ഒന്നൊക്കെ ചവറ്റുകൊട്ടെ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഇന്നത്തെ പ്രസംഗങ്ങൾക്ക് ജ്ഞാനം പ്രസംഗിക്കാൻ ഭയങ്കര സന്തോഷം, ജനങ്ങൾക്ക് സന്തോഷം കിട്ടുമല്ലോ. ഈ ക്രൂശിക്കപ്പെട്ട യേശു, അവൻ്റെ കൂടെ നീ മരിച്ചു, അവനോട് നീ അടക്കപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിരസത തോന്നും. ആവർത്തിച്ച് പറയുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നരുത്. അത് ജീവനാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം വായിച്ചു. മർക്കോസ് 10:45.
കേട്ടോ, മനുഷ്യപുത്രൻ യേശു വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല. എന്തിനാ വന്നത് മനുഷ്യപുത്രൻ വന്നത്? ശുശ്രൂഷിപ്പാൻ. പിന്നെ പറഞ്ഞേ അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ. അതിനകത്ത് ജീവനെ കൊടുക്കുക എന്ന അർത്ഥം മരിക്കാൻ. ലോകത്തിൽ മരിക്കാനായിട്ട് ജനിച്ച ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാമോ? മരിക്കാൻ വേണ്ടി ജനിച്ച ഒരു വ്യക്തി, മരിക്കാൻ വേണ്ടി ലോകത്തിൽ ജനിച്ചൊരു വ്യക്തി, ഹലോ ഒന്ന് പറയാം. മരിക്കാൻ വേണ്ടി ജനിച്ച വ്യക്തി, അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കാനാണ് മനുഷ്യപുത്രനാകുന്ന യേശു വന്നത്. അപ്പൊ യേശു വന്നത് തന്നെ മരിക്കാനാണ്. നിങ്ങളോ ജീവിക്കാനല്ലേ? എങ്ങനെയെങ്കിലും നമ്മളെന്തിനാ ആശുപത്രിയിൽ പോകുന്നത്? നമ്മളെന്തിനാ ഈ പ്രശ്നം നോക്കുന്നത്? നമ്മളെന്തിനാ ഈ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യേശു വന്നത് മരിപ്പാനാണ്. ഇങ്ങനത്തെ വ്യക്തിയില്ല. അപ്പൊ ആ മരണത്തിന്റെ പ്രത്യേകത ഞാൻ വെറുതെ സൂചിപ്പിച്ചിട്ട് അതിന്റെ വിഷയമല്ല. മരിപ്പാൻ വന്നൊരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ഓ, ആ നാമത്തിന്റെ മഹിമ. ഒന്ന് വായിക്കും. മത്തായി 16 എന്റെ 21 വാക്യം. ഞാൻ ഇവിടെ ചുരുക്കുകയാണേ. നിങ്ങൾ പിന്നെ എല്ലാവരും കൊച്ചിൻ്റെ പുറകെ പോകുകയാണെങ്കിൽ ഞാൻ കൊച്ചിന് അവിടെ പിടിച്ചെടുത്തു, അവിടെ ഓടിക്കളിക്കട്ടെ. അത് നിങ്ങൾ പോകണ്ട. ശ്രദ്ധിക്കുക, ദൈവവചനത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ള ഒരു ഭയം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. വചനത്തെ മനസ്സുകൊണ്ട് കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് അശ്രദ്ധ ആത്മാവുകൊണ്ട് വേണം കേൾക്കാൻ. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് അന്ന് മുതൽ യേശുദാൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തി നിൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവന തുടങ്ങി. അന്ന് മുതൽ എല്ലാ ദിവസവും യേശു പറയുക, മനുഷ്യപുത്രൻ വന്നത് മരിപ്പാനാണ്. ഞാൻ മരിപ്പാൻ പോകുന്നു. മാത്രമാണോ? എവിടെ പോയി മരിക്കുന്നത്? യേശു പറയാൻ ഞാൻ യെരൂശലേമിലാണ് മരിക്കാൻ പോകുന്നത്. യെരൂശലേമിൽ ചെന്നിട്ട് എങ്ങനെ മരിക്കും? എവിടെയാണ് മരിക്കുന്നത്? എങ്ങനെയാണ് മരിക്കുന്നത്? ഇതാണ് മരണത്തിന്റെ, യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത. എങ്ങനെ യേശു മരിച്ചത്? ആരാ കൊന്നത്? മഹാപുരോഹിതന്മാർ, ചേവകർ, ശാസ്ത്രിമാർ, സദൂക്യർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന്, അങ്ങനെ നമ്മൾ വായിച്ചത്, മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരെ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. അപ്പൊ യേശു എവിടെ മരിക്കുന്നവൻ പറഞ്ഞു, ആരവനെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞു, എങ്ങനെ മരിക്കുമെന്ന് അവൻ പറഞ്ഞു, എങ്ങനെ മരിച്ചിട്ട് ഉയർത്തി നിൽക്കുമെന്നും കർത്താവ് പറഞ്ഞു. ഇതാണ് ഈ മരണത്തിന് ഒരുപാട് പ്രത്യേകത. ഞാൻ നിങ്ങളെ എല്ലാം ഒന്നും വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായി നമ്മളിപ്പോൾ വായിച്ചല്ലോ, മർക്കോസ് നമ്മൾ വായിച്ച വാക്യത്തിന് ഒന്നുകൂടെ തരുന്നേ. മർക്കോസ് 10:45. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്രേ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ മരണത്തിന്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മറുവിലയായി തീർന്ന മരണമാണ്. മുഴുവൻ മാനവരാശിയും ആദാമിൽ മരിച്ചുപോയി. അവരുടെ മരണം ഏറ്റെടുത്തുകൊണ്ടാണ് യേശു തൻ്റെ സ്വന്തം ജീവനെ കൊടുത്തപ്പോൾ മുഴുവൻ മാനവരാശിക്കും ആദാമിൽ എല്ലാവരും അശുദ്ധരായി പോയി, പാപിയായി പോയി. ക്രിസ്തുവിൽ എല്ലാവരും നീതിമാന്മാരായി. ഇതാണ് ആ മരണത്തിലുള്ള പ്രത്യേകതകൾ എന്ന് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് യേശുവിന്റെ മരണം ആസ്വദിച്ചു എന്നായിരിക്കുന്നത് അല്ലേ? യേശുവിന്റെ മരണം അവൻ വളരെ ടേസ്റ്റ് ചെയ്താണ്, ആസ്വദിച്ചാണ് മരിച്ചത്. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്തിനാണ് യേശുക്രിസ്തു മരിച്ച് ആ വിശ്വാസത്താൽ അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ എങ്ങനെ മരിച്ചു എന്നുള്ളതും അവനെ എങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് നമുക്കറിയാലോ. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഏകദേശം ഒരു 9 മണി നേരമായപ്പോഴാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ
പോകുന്നവരെല്ലാം തലവിളിക്ക് രക്ഷിപ്പാൻ വന്നവൻ രക്ഷകനാണ്, തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കി കാക്കിച്ചു തുപ്പിക്കൊണ്ട് അവനെ ആക്ഷേപിച്ച് തല കുലുക്കിക്കൊണ്ട് പോവുക. 3 മണിക്കൂർ തൂങ്ങിക്കിടക്കുക യേശു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സൂര്യനോട് പറഞ്ഞ കണ്ണുപതേക്കുന്നു. സൂര്യൻ കണ്ടുകുത്തി. ഇനി നടക്കുന്നത് ഇവരാരും കാണണ്ട എന്ന് പറഞ്ഞ് 3 മണിക്കൂർ നേരം ഭൂമി മുഴുവനും ഇരുട്ട് വ്യാപിച്ചു. ആ സമയത്ത് ആ ഇരുട്ടിന്റെ നട്ടുച്ചയ്ക്ക് ഇരുട്ട് വന്ന് നിറഞ്ഞിട്ട് ആ കർത്താവായ യേശു തന്റെ മരണം ആസ്വദിച്ച് അവിടെ ദൈവത്തിന്റെ മക്കളിലേക്ക് തന്റെ പ്രാണനെ ഏൽപ്പിക്കുവാനിടയായി. നമ്മളിത് ഓർക്കണം, നമ്മളിതൊന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് വിശാലമായിട്ടൊന്ന് ചിന്തിപ്പാൻ. എനിക്ക് ഇന്ന് അതല്ല എൻ്റെ വിഷയം. ഞാൻ എടുത്ത കൊരിന്ത്യർ ലേഖനം ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് പ്രസംഗിച്ചതെന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമായോ. ഇവിടെ എന്താണ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നത്? ഗുണവത ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചാൽ യേശുവിൻ്റെ കൂടെ നിങ്ങളും ഞാനും മരിച്ചു, നമ്മൾ അവനിലായി തീർന്നു എന്നുള്ള രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഞാൻ ചുരുക്കി പറയാം. ക്രിസ്തുവിൽ വന്നിരിക്കുന്ന ഒരാളോട് പകയും വിദ്വേഷവും ഭിന്നതയും ഭിന്നപക്ഷങ്ങളും ഉണ്ടാകത്തില്ല, ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ്. ഉണ്ടാകത്തില്ല ഉണ്ടാകരുത് എന്നുള്ളതാണ് ആഗ്രഹം. ഒരു ഭിന്നപക്ഷങ്ങളും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഇടയിൽ. ഇവിടെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ അത് ചോദിക്കട്ടെ, നമുക്കൊരു പാപബോധം ആവശ്യമാണ്. ഇന്നത്തെ ആത്മീയ സമൂഹത്തിന് പാപബോധമില്ല, ഒരു ഏറ്റുപറച്ചിലില്ല. ഭിന്നത നടന്ന ഒരു സംഭവം പല ബൈബിളിന്റെ ഭാഗങ്ങളുണ്ടെങ്കിലും എവിടെയൊക്കെ ഭിന്നത നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കുന്നോ? ആത്മീയതയായിരിക്കും. കയ്യിനും ഹാബേലും തമ്മിൽ ഭിന്നിപ്പുണ്ടായിരുന്നതായിരുന്നു ആരാധന. ഒരുത്തന്റെ ആരാധന ദൈവം പ്രസാദിച്ചു, മറ്റേ ആരുടെ ആരാധന ദൈവം പ്രസാദിച്ചില്ല. ഭിന്നതയായി. പിന്നെ എന്ത് ചെയ്തു? ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് കൊണ്ടുപോയി കൊന്നുകളെ. കഴിഞ്ഞ ദിവസം സ്വന്തം ഭാര്യയെ ഒരു സംശയരോഗത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ 15 വർഷത്തിന് മുമ്പ് വണ്ടിക്കകത്ത് വെച്ച് പെടലി മുറുക്കി ഒന്ന് വെട്ടിക്കൊണ്ടുവന്ന് സെപ്റ്റിക് ടാങ്കിനകത്ത് അടക്കി. ആരെങ്കിലും അറിഞ്ഞു. എന്നിട്ട് അവിടെ വേറെ ഒത്തിരി കൂടെ പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതെടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് ഇവരറിയാവുന്നിടത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ സത്യം ഒറ്റയ്ക്ക് ചെയ്തു. എല്ലാം ചുരുളഴിഞ്ഞ് തക്ക സമയത്ത് വന്നപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണങ്ങൾ ഒരു പാവപ്പെട്ട സ്ത്രീയെ എന്താ ഭിന്നപക്ഷങ്ങൾ? ഒരു ചെറിയ സംശയം, ഒരു ചെറിയ തെറ്റിദ്ധാരണ, ഒരു ചെറിയ മുൻവിധി. ചിലപ്പോൾ ഇല്ലാത്ത കാര്യമായിരിക്കാം, ചിലപ്പം തോന്നലായിരിക്കാം, അങ്ങനെ പലതും വരാം. സമൂഹത്തിന്റെ കാര്യം നമ്മുടെ ഇടയിലെ വിഷയം. ഞാൻ പറയുന്നത്, ഒരു പുതിയ ആള് സഭയിൽ വന്നാൽ അവരോടുള്ള നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണ്? ശിശുക്കളോട് നമ്മൾ എങ്ങനെയായിരിക്കണം കാണിക്കേണ്ടത്? നമുക്കറിയാം, ദൈവം യാക്കോബിന് 12 മക്കളെ കൊടുത്തു. 12 മക്കൾ. 12 മക്കൾ. 11ാമത്തെ വ്യക്തിയുടെ പേര് യോസേഫ്. കൃത്യമായിട്ട് അറിയാം. യോസേഫ് അപ്പന്റെ ഇഷ്ടപുത്രനായിരുന്നു. ഇഷ്ടപുത്രനായ യോസേഫ് അപ്പന്റെ മടിയിലിരിക്കുന്നു. ബെന്യാമീൻ വന്നെങ്കിലും യോസേഫിന് അപ്പന്റെ കൂടെ അങ്ങിരിക്കണം. ചെന്നിട്ട് അപ്പൻ ഒരു നല്ല അങ്കി ധരിച്ച് യോസേഫിന് കൊടുത്തു. ഒരു നല്ല കുശുപ്പുടങ്ങി. എന്താണ്? ഒരു നല്ല അങ്കി അപ്പൻ ഇളയ മകന് കൊടുത്തു. തുടങ്ങി അവിടെ പ്രശ്നം. പിന്നെ പ്രശ്നം തുടങ്ങി. അപ്പൊ ഈ അങ്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ മടിയിലിരുന്നുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, അപ്പ ഇവരുടെ ദുശ്രുതി നീ കേട്ടോ? ഇവരൊക്കെ ഇന്ന പോലെയൊക്കെ ആണെന്നൊന്ന് അപ്പനോട് പറഞ്ഞു. ഇത് കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ കുറ്റമല്ല അപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അടുത്തത് ഇവൻ പിറ്റേ ദിവസം വന്നപ്പോ ഇവനൊരു സ്വപ്നം കൂടെ കണ്ടു. ഒരു വെളിപ്പാട് കിട്ടി. സ്വപ്നം കണ്ടപ്പോൾ എന്താ സ്വപ്നം കണ്ടത്? ചേട്ടന്മാരുടെ വന്നിട്ട് പോകപ്പെട്ട അത് 10-16 വയസ്സേ ഉള്ളൂ. ഈ കൊച്ചു പറഞ്ഞു, അച്ചാച്ചന്മാരെ, ഞാനൊരു സ്വപ്നം കണ്ടു, നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എന്റെ കാലേ വന്ന് നമസ്കരിക്കുന്നു. ഈ മോൾക്ക് വലിയ തുടങ്ങി.
പിന്നെ അവൻ സ്വപ്നം കണ്ടു. അപ്പനും അമ്മയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടെ അവന്റെ മുമ്പിൽ കവിട് വീട് ആരാധിക്കുന്നു. യുവമാർക്ക് സഹിക്കുമോ? യോസേഫ് എന്ന് പറഞ്ഞ പിഞ്ചു ബാലനെ, പ്രായപൂർത്തിയായ മക്കൾ, ശ്രേഷ്ഠന്മാരായ മക്കൾ ചെയ്ത പ്രവൃത്തി ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നതിൽ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ചുരുക്കിയൊന്നും പറയാം. നമുക്ക് വെറുതെ സമയം ദീർഘിപ്പിച്ചിട്ട് കാര്യം. ബൈബിളിലെ സത്യമാണ് പറയുന്നത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 37 മുതൽ ഒന്ന് വായിച്ചു പറഞ്ഞാൽ അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ അധ്യായത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് സംഭവിച്ചത്? യോസേഫിനെ അപ്പൻ മക്കളെ കാണാനായിട്ട് ഇളയ മകനെ അയച്ചു. അവൻ ഇച്ചിരി വസ്തുക്കളൊക്കെ ആയിട്ട് തിന്നാനുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് ദൂരത്തുനിന്ന് കണ്ടു. സ്വപ്നക്കാരൻ വരുന്നത് ഇഷ്ടമല്ല. ഒരു ദൈവിക ദർശനമുള്ളവനെ കൊല്ലണം. അതും കുഞ്ഞുങ്ങളാണെങ്കിൽ എങ്ങനെ? പുതിയതായിട്ട് സഭയിലേക്ക് ഒരാൾ വന്നു. ഇവിടെ ഇപ്പം പിന്നെ വിവേകോ വിജയോ അല്ലെങ്കിൽ കിച്ചുവോ ഇവിടെ വന്നൊന്ന് പ്രസംഗിക്കുകയാണെങ്കിലും ഞങ്ങളിതൊക്കെ പഠിച്ചു പറഞ്ഞ കേട്ടില്ല. അവർ തെറ്റായിരിക്കും പറഞ്ഞത്, അവർ പറഞ്ഞത് ശരിയായി കാണത്തില്ല, അവർ ചെയ്ത ശുശ്രൂഷ ഭംഗിയായി കാണത്തില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാകത്തില്ല. കേട്ട് ഉടനെ ചെന്നിട്ട് വേണമെങ്കിൽ എൻ്റെ മോനെ ദൈവം എന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കരുത്, അവിടുന്ന് പൊങ്ങി വരാൻ സമ്മതിക്കത്തില്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ദൈവദാസനാകുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങളെ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ഞാനിവിടെ പറയുന്ന ഓരോരുത്തരുടെ ശുശ്രൂഷയെ ഞാനിവിടെ വന്നുകൊണ്ട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുക. ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മളൊരു കൺവെൻഷൻ പ്രസംഗമാണ് കേട്ടത്, ഇന്ന് നമ്മൾ ഒരു ബൃഹത്തായ ആലോചനയാണ് കേട്ടത്, അതോ നിങ്ങളെ തളർത്തിയോയാണ്? ഹല്ലേലൂയ. എന്നാൽ ഇതേ സ്ഥാനത്ത് തന്നെ ഒരു ദൈവവചനത്തിലെ കോണ്ടസ്റ്റ് വിട്ടുകൊണ്ടൊരു കാര്യം ഒരാളെ പറഞ്ഞാൽ അത് മാത്രമല്ല, അതിനകത്ത് അല്പം കൂടെ ആത്മീയ കാര്യങ്ങൾ ചേർത്ത് പറയണമെന്നും കൂടെ പറയാൻ ദൈവസ്നേഹത്തിൽ ഞാൻ തയ്യാറാകും. ഒരു ശുശ്രൂഷക്കാരൻ്റെ ജോലിയാണത്. ഇത് നിങ്ങളുടെ പ്രസംഗം കൊള്ളാത്തത് കൊണ്ടല്ല, നിങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ പറയത്തില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ അധികമായിട്ട് ഉയർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ഇച്ചിരി കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഈ പാസ്റ്ററുടെ ജോലി ചെയ്താ ഞങ്ങളിവിടെ എന്തെല്ലാം ചെയ്താലും ഒരു ബാധ്യതയില്ല. ഈ ഇന്നലെ വന്ന സഹോദരനെ കണ്ടപ്പോൾ, സഹോദരിയെ കണ്ടപ്പോൾ അങ്ങ് പൊക്കി. നിങ്ങളും ആ യോസേഫിന്റെ 10 സഹോദരന്മാരുടെ കൂട്ടത്തിലുള്ളവരാണോ? യോസേഫിന്റെ 10 സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? അതോ യോസേഫിന്റെ കൂട്ടത്തിലാണോ നിങ്ങൾ? യോസേഫിന്റെ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സ്വപ്നക്കാരൻ എന്ത് ചെയ്തു? കയ്യിലുള്ളതൊക്കെ മേടിച്ചെടുത്തു. അനുജൻ കൊച്ചൻ അവനടുത്ത് കെഞ്ചിക്കരഞ്ഞു, പൊക്കിയെടുത്ത് ഒരുത്തം പറഞ്ഞ കൊന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ ഒരാൾ പറഞ്ഞു, അയ്യോ ഭാരന്റെ മേൽ കൈവയ്ക്കരുത്, അവന്റെ രക്തം നമ്മളോട് ചോദിക്കും. ഹലോ, കൊല്ലുന്ന പരിപാടികളുണ്ട്. പഴയ നിമിത്തം അവർ ഒരു പൊട്ടക്കിണറ്റിലെത്തുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാതെ അവരെ കണ്ടപ്പോൾ തിരിഞ്ഞു പോയപ്പോൾ നീ അവനെ കൊന്നുവല്ലേ? പുതിയ നിയമത്തിൽ കർത്താവ് ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അവനെ ഭോഷ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ, അവനെ കൈ കൊടുക്കേണ്ടെന്ന് ചിന്തിച്ചപ്പോൾ നീ കൊന്നുകഴിഞ്ഞു. സ്വർഗത്തിലേക്ക് എത്തിയത് ശവത്തിന്റെ നാറ്റമാണ്. എന്നിട്ട് പാട്ടുപാടിയാൽ, എന്നിട്ടങ്ങ് സ്തുതിച്ചാൽ, ആരാധിച്ചാൽ എന്തൊരു ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയാണ്. കൊലപാതകം ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെന്തക്കോസ്തിലായിരിക്കും. കാരണം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ ഉയർന്നു വരാൻ സമ്മതിക്കാത്തവർ, ഒരാളുടെ എന്തെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിലും അടിച്ച് തളർത്തുന്നവർ, തകർക്കുന്നവർ ഉണ്ട്. മക്കളെ, നിങ്ങളിലില്ലാതിരിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ട്. അങ്ങനെ ലോകത്തിലുണ്ട്. മറ്റുള്ളവരുടെ നന്മ കാണാൻ, അവരുടെ ശുശ്രൂഷ കാണാൻ ആർക്കും ഇഷ്ടമുണ്ടാകത്തില്ല. പിന്നെ ഒരാളെ ഒന്ന് ഉയർത്തി പറയുകയോ ചെയ്താൽ സഹിക്കത്തില്ല. ഇവരുടെ അടിമേരി വരെ ഇടകും. കാരണം ഇവന്റെ ഉള്ളിൽ പിശാചിനെ ഇടക്കൊടുത്തിരിക്കുക. പ്രിയ ദൈവീയ ചെയ്തിട്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നവരായി തീരണം. ഇവിടെ പുതിയതായിട്ട് ഒരാൾ വന്നാൽ നിങ്ങൾ എല്ലാവരും ചെന്ന് അവരെ കണ്ടിട്ട്, അമ്മേ, ആൻറ്റി, ചേച്ചി, എന്താണ് വിശേഷം? ചേട്ടാ, എവിടെയാണ് താമസം? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്ന് പങ്കുവെക്കുമോ? ഇതാണോ കർത്താവിന്റെ ശരീരമാകുന്ന സഭ? ഈ ബന്ധമില്ലാതെ
വന്ന് കണ്ട് കേട്ട് കൊണ്ടുപോകുന്നതാണോ ഈ സഭ? ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സഹോദരനെ അപ്പോഴത്തെ എടുക്കുന്നു, പക്ഷേ ദൈവം അനുവദിച്ചില്ല. അവരെ പിടിച്ച് പൊട്ടക്കണിച്ചിട്ടു. അപ്പൊ വരുന്നു സാമ്രാണിയും സന്നിധാനം ഉപയോഗിക്കുന്നവര് ഇസ്മായിലി കച്ചവടക്കാർ. ബുദ്ധി തോന്നി, എടാ കൊന്ന വല്ല ഒന്നുമില്ല, നമുക്ക് 20 വെള്ളിക്കാശിനെ വിറ്റേക്കാം. 20 വെള്ളിക്കാശിന് വിറ്റു. നമ്മൾ വല്ലവരും വിറ്റിട്ടുണ്ടോ? ഒന്ന് ഒറ്റയ്ക്ക് ഉപസിച്ച് ഇതൊക്കെ ചിന്തിക്ക് ഉപസിക്കേണ്ടത്. അങ്ങനെ കർത്താവേ, ഞാൻ വല്ലവരെ കൊന്നിട്ടുണ്ടോ? ഞാൻ വല്ലവരെ വിറ്റ് കളഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, യേശു എൻ്റെ കർത്താവെന്ന് പറഞ്ഞാൽ യേശു എൻ്റെ യജമാനാണ്, ഞാൻ അവൻ്റെ അടിമയെന്നാണ്. അല്ലേ? ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് അടിമയാണ്. അവൻ എന്നെ മകനാക്കിയാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞു, നിന്റെ അടിമയാണ് ഞാൻ. അങ്ങ് പറയുന്നത് പോലെ, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു അടിമയായിട്ടാണ് ഞാൻ എന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ബൈബിൾ അങ്ങനെ പറഞ്ഞു. അതാണ് പൗലോസ് ദാസൻ എന്ന് പറയുന്നിടത്തൊക്കെ അടിമയെന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അടിമയെ പോലെ യേശുവിനെ പിൻപറ്റാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ചിലർക്ക് അടിമത്വം ഇഷ്ടമല്ല. ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ പുത്രന്മാരാണ്. എല്ലാം ചെയ്തിട്ട് ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രയോജനമില്ലാത്ത ഒരു ദാസൻ എന്ന് വേണം പറയാൻ. ഒരു അടിമയുടെ മനോഭാവം വേണം. ദൈവത്തെ നമ്മൾ കാണാത്തത് കൊണ്ടാണ് പുത്രൻ പുത്രി എന്നൊക്കെ പറഞ്ഞങ്ങ് നടക്കുന്നത്. ഒരു അടിമയായിട്ട് ആ കാല് കട്ടിളക്കാലോട് ചേർത്ത് അടിച്ച്, എനിക്ക് ഈ യജമാനെ വിട്ട് ഒരു ജീവിതം വേണ്ട, അയ്യോ നീ പൊയ്ക്കോ, നീ സ്വതന്ത്രനായിക്കോ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അയ്യോ ഇല്ല, അങ്ങേ പിരിഞ്ഞൊരു ജീവിതം. നമ്മൾ പാട്ടുപാടിയതുപോലെ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും ഒരു ജീവിതം എനിക്ക് വേണ്ട. ഇനി കർത്താവ് പറയാ, നീ സന്തോഷിച്ചോ, പൊയ്ക്കോ. ഇല്ല, നീയാണ് എൻ്റെ യജമാനൻ, നീയാണ് എൻ്റെ നാഥൻ. ഈ സമർപ്പണം, ഞാൻ പറയുന്നത്, യേശുവിനെ പോലൊരു യജമാനനെ കിട്ടിയ അടിമയുടെ സന്തോഷം എന്തായിരിക്കും? ഞാനൊരു അടിമയാകുന്നൊരു സന്തോഷം. തികച്ചു പറയട്ടെ, നിങ്ങളുടെ മുൻപിൽ ഒരു അടിമയാകാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു അടിമയെ പോലെ വേല ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നല്ല മനുഷ്യന്റെ അടിമയാകുന്നത് വളരെ നല്ലതാണ്, അല്ലേ? നല്ല മനുഷ്യന്റെ അടിമയാകാൻ കിട്ടുന്നത് ഭാഗ്യമാണ്. ഒരു നല്ല മനുഷ്യന്റെ ഒരു പട്ടിക്കുഞ്ഞിന് എന്തൊരു ഭാഗ്യമുണ്ട്, അവിടുത്തെ പൂച്ചക്കുഞ്ഞിന് എന്തൊരു ഭാഗ്യമാണ്. അപ്പൊ ഒരു നല്ല യജമാനൻ ഉണ്ടാകുന്ന ഒരു അടിമയായി തീരുന്നത് ഭാഗ്യമാണ്. ആ അടിമപ്പണിയിൽ നമ്മൾ സന്തോഷിക്കണം. പക്ഷെ അത് നിന്റെ നന്മയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യോസേഫിനെ അവർ സന്നിധായകക്കാർക്ക് വിറ്റു. ഇവിടെ ദൈവ മക്കളെ എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ 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 എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. വിറ്റപ്പോ ചേട്ടൻ നല്ല സന്തോഷം. ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയല്ലേ, ഞാൻ കൊണ്ടുവന്നല്ലേ കഴിക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെന്ന് കരയും വാവിട്ട് നിലവിളിക്കുക. പക്ഷെ വിറ്റ് കളഞ്ഞു. പലരും നിലവിളിക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ പലരും നിലവിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ദൈവദാസൻ നിലവിളിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സഹോദരി നിലവിളിക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ 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 എന്ന് പറഞ്ഞ് ഈ നിലവിളിയെല്ലാം അവിടെ സത്യത്തിൽ രക്തം ദൈവത്തിന് മുമ്പിൽ ചെല്ലുക. നിന്റെ സഹോദരന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നതിനകത്തോ, സഹോദരൻ രക്തം കൊന്നു കഴിഞ്ഞപ്പോൾ രക്തം നിലവിളിക്കും, കിടന്ന് നിലവിളിക്കും. ഞാൻ അറിയത്തില്ല, ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുഗ്രഹം കൊടുത്തു തന്നു വിടുക. പക്ഷെ എൻ്റെ രക്തം കിടന്ന് നിലവിളിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരൊക്കെ വിധേയപ്പെട്ട് നിങ്ങൾ ഇരിക്കണം. അവർ ദൈവസ്ഥനിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങൾ ഇത്രയും പേര്, ഞാൻ ദൈവസ്ഥനിൽ കണക്ക്, നിങ്ങൾ അന്യോന്യം നമ്മൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കേണ്ടവരാണ്. പക്ഷെ കണക്ക് ബോധിപ്പിക്കേണ്ടത് നിങ്ങളെ നടത്തുന്ന പാസ്റ്ററാണ്. ഞാനിപ്പോൾ കണക്ക് ബോധിപ്പിക്കാൻ ദൈവത്തിന് ചെല്ലുക. കർത്താവിനോട് ചോദിക്കും, എങ്ങനുണ്ട് വിധുവിൻ്റെ കാര്യം എന്തൊക്കെ നിനക്ക് പറയാനുള്ളത്? ഉടനെ ഞാൻ വിധുവിനെ കുറിച്ച് പറയാൻ പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ട് വന്നിട്ടറി കർത്തവ്യമായ കണ്ടുണ്ടാകുന്നത്. ഓ കർത്താവേ, ഞാൻ അവിടെ ചെന്നപ്പോൾ വിധു എന്നോട് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചത്, വിധു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, എനിക്കത് നീ അവനോട് ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. നീ അവനോട് അങ്ങനെ അടിച്ചില്ലേ? അല്ലെങ്കിൽ ഇന്നയാള് ഞാൻ വിധുവിനെ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. വിധു അങ്ങനെ എന്നോട് പറഞ്ഞു പല ഉദ്ദേശത്തിലല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് കണക്ക് ബോധിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഞരക്കൊക്കെ തവണാണ്. അങ്ങനെ നന്നല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ഒരു
ഒരു ദൈവദാസൻ ഭോഷനാകട്ടെ, അവൻ എത്ര മോശക്ക ദൈവം നിർത്തിയ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ അവർ കണക്ക് ബോധിപ്പിക്കുക. ഞരങ്ങരുത് പെട്ടെന്നുള്ളിൽ ആ കാര്യം ഒന്ന് ഓർമ്മ പോകുന്നു. അവനിങ്ങനെയാണല്ലോ, അവളിങ്ങനെയാണല്ലോ, ഇത് ഞരക്ക് കർത്താവ് കാണുക. ഞരങ്ങരുത്. സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ, ഞാൻ അവരെ സ്നേഹിച്ചതുപോലെ കർത്താവേ, എനിക്ക് കുറച്ചുകൂടെ അവരെ സ്നേഹിക്കണം, എനിക്ക് കുറച്ചുകൂടെ എൻ്റെ സ്നേഹമൊന്ന് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് വരും, ഞാൻ അത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെയാണല്ലോ എന്ന്. ഇത് ദൈവം എൻ്റെ ആത്മാവിനെ, എൻ്റെ ഹൃദയത്തെ നോക്കും. ഞാൻ പറഞ്ഞ അതുകൊണ്ട് നിങ്ങളിൽ ഞാനും നടത്തുന്ന, ഞാൻ തീർത്തും പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ, നിങ്ങൾ ദൈവവേദനാണോ, ശിഷ്യനാണോ, നടത്തുന്ന ആളുടെ നേരെ നിങ്ങൾ വിരൽ ചൂണ്ടരുത്. നിങ്ങൾക്കത് നന്നല്ലെന്ന് വിശുദ്ധ ബൈബിളാ പറയുന്നത്. മോശയുടെ കാലഘട്ടത്തിലെ ഹല്ലേലൂയ ഉള്ള സംഭവങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ. കോരഹപുത്രന്മാർ 84 സങ്കീർത്തനം എഴുതി. 84 സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതിയത് എന്താ പറഞ്ഞത്? സ്വന്തം അപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും 250 പേരും കൂടെ ഭൂമി വായി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഹലോ, ഇവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്താ കേട്ടത്? എന്താ സംഭവം? എന്താ? സ്വന്തം ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ്. മോശയുടെ അപ്പന്റെ അനിയന്റെ മക്കളാണ് കോരഹ്. ശക്തനായ മനുഷ്യൻ. അവന്റെ ശുശ്രൂഷ പോരാ. വേറെ ആരെയോ ശുശ്രൂഷ ഏൽപ്പിച്ചത് കോരഹിനെ പിടിച്ചില്ല. കോരഹ് മോശയോട് എതിർത്ത് നിന്നു. ഇതൊക്കെ ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ ദൃഷ്ടാന്തമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കോരഹ് മോശയോട് എതിർത്ത് നിന്നപ്പോൾ മോശ കരഞ്ഞു എന്ന് പറയും. മോശ കരഞ്ഞു. സ്വർഗം നിമിഷ നേരം കൊണ്ട് ഉണർന്നു എന്നുള്ളതാണ്. മോശ കരഞ്ഞു. ഇവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് മോശ കരഞ്ഞപ്പോൾ 250 പേര് കോരഹിന്റെ സംഘാടക വൈഭവത്തിന് മുമ്പിൽ മോശ ഒന്നുമില്ല. കോരഹിന്റെ കൂടെ 4 പങ്ക് ചേർന്നു കർത്താവ് പറഞ്ഞു, അവരെ നിങ്ങൾ വേർതിരിക്ക്, ഇസ്രായേൽ ജനം മാറി നിൽക്കാൻ പറയാൻ പറഞ്ഞു. ദൈവത്തിന്റെ പറഞ്ഞില്ലേ, നീതിയുള്ള പ്രവൃത്തി അങ്ങ് വന്നു. ദൈവമാണ് മോശയാക്കിയത്. മോശയുടെ നേരെ പറഞ്ഞപ്പോൾ ഈ 250 ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും ഇവരുടെ കൂടെ നിന്നതും കൂടെ ആ സമയത്തവിടെ ഭൂമി വായു പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി വീണ്ടും വന്ന് ചെയ്തു. അത്ര ആൾക്കാരെ പിന്നെ കണ്ടില്ല. ജനം ഇത് കണ്ട് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴത്തേക്ക് അടുത്ത് കാണാൻ പറ്റും. 3 മക്കൾ, കോരഹിന്റെ മക്കൾ, ഇവര് ഈ ദൈവദാസൻ പറഞ്ഞ വാക്ക് കേട്ട് മാറിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇവരും കൂടി അപ്പനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, സഹോദരങ്ങളെ നോക്കിയില്ല. അപ്പന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഈ കോരഹപുത്രന്മാർ അതിനകത്ത് വീട് പോയേക്കാം. നിൽക്കരുത് ഭാര്യയുടെ കൂടെ, നിൽക്കരുത് ഭർത്താവിന്റെ കൂടെ, നിൽക്കരുത് കുഞ്ഞുങ്ങളുടെ കൂടെ, ദൈവത്തിന്റെ കൂടെ നിൽക്കണം. അവിടെ നിന്നപ്പോൾ കോരഹപുത്രന്മാർ ഓടിപ്പോയി. ആ കോരഹപുത്രന്മാർ പിന്നെ പാട്ടുകാരായി. അവരാണ് സംഗീതം പാടി. അവരുടെ ഞാൻ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് ഓരോ വാക്യങ്ങൾ എടുത്ത് തെളിയിച്ചതാ. ഇതൊക്കെ നിങ്ങൾ വായിക്കുന്നതായിട്ട് പെട്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ കലക്കം, നിങ്ങൾ കന്മഷങ്ങൾ, നിങ്ങൾ ഭിന്നപക്ഷങ്ങൾ, ഭിന്നതകൾ ഉണ്ടാക്കുന്ന പിശാചിനെ മനസ്സിലാക്കണം. നിങ്ങളും ഞാനും സാധിക്കലാണെന്ന് പിശാചിനറിയാം. അവൻ നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ചെറിയ കുത്തിവെക്കും, ഒരു ചെറിയ വാക്ക്, അങ്ങനൊരു വാക്ക് പറഞ്ഞല്ലോ, നിങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നും. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അവിടെ നിന്ന് ഈ യോസേഫിനെ ദൈവം എന്ത് ചെയ്തു? 22 വർഷം കരുതി പരിപാലിച്ചു. 22 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇസ്രയേലില് ഭയങ്കരമായ ക്ഷാമം. ബാക്കിയുള്ള ഞാൻ പറയുന്നില്ല. 7 വർഷം മഹാദാരിദ്ര്യം സമൃദ്ധി ഉണ്ടായി. 7 വർഷം ദാരിദ്ര്യം വന്നു. എല്ലായിടത്തും ഭക്ഷണം തീർന്നു. ദൈവത്തിന്റെ കരുതൽ നോക്കണം. തൻ്റെ ജനത്തെ പോറ്റി പുലർത്താൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത പദ്ധതിയാണ് യോസേഫിനെ, തൻ്റെ ജനത്തെ നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തപ്പോൾ ഇവർ 2 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ളതെല്ലാം തീർന്നു. യാക്കോബ് പറഞ്ഞു, ഒന്ന് ചെല്ല്, മിസ്രയീമിൽ ഇഷ്ടം പോലെ ധാന്യമുണ്ടെന്ന് കേട്ട് ഇവർ വന്നപ്പോൾ യോസേഫാണ് വരുന്ന ദൂരത്തുനിന്ന് വരുന്നവർക്കെല്ലാം ധാന്യങ്ങൾ ഓരോരുത്തരുടെ ഇത് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇത്ര കൊടുക്കുന്ന പറയുന്ന യോസേഫാണ്. യോസേഫിന്റെ മുമ്പിൽ 10 ചേട്ടന്മാർ കൂടെ വന്നു നിന്നു. യോസേഫിനെ കണ്ടപ്പോൾ തന്നെ
ആളെ പിടികിട്ടി. പക്ഷെ ചേട്ടൻ പറഞ്ഞു യോസേഫിനെ പിടികിട്ടിയില്ല. യോസേഫ് അപ്പം മിസ്രയീമ്യ വേഷത്തിലാണ് നിൽക്കുന്നത്, മിസ്രയീമ്യന്റെ രീതിയിലാണ്. കാരണം ഏകദേശം 22 വർഷമായി ഇവിടെ വന്നിട്ട് ഈ കാലം കൊണ്ട് ഇപ്പൊ ഏതാണ്ട് 39 വയസ്സായി യോസേഫിന്. യോസേഫിനിപ്പം 2 മക്കളായി. വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾ കൂടി ആയിട്ട് ജീവിക്കുന്ന സമയത്താണ് ഇവർക്ക് യോസേഫിന് മനസ്സിലായില്ല. പക്ഷെ യോസേഫിന് ഞാൻ എന്ന് പറഞ്ഞത് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ എന്നിട്ട് ഞാൻ പെട്ടെന്ന് 45-ാം അധ്യായം. അതിന്റെ രണ്ട് മുതലൊന്ന് വായിച്ചേ. അതിന്റെ 1 മുതൽ 45 മുതൽ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വന്നിയാതെ എല്ലാവരെയും അവന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുമെന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. അതിന് മുമ്പ് ഒരു വാക്യം കൂടെ വായിച്ചേ. അതിന്റെ 42-ന്റെ 7-ാം വാക്യം വായിച്ചു. 6-7 വായിച്ചോ. 42-ന്റെ 6-7. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിന്റെ സഹോദരന്മാർ വന്ന് അവൻ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസേഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറെ അവനെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ചോദിച്ചതിന് ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്ത് നിന്ന് വരുന്നുവെന്ന് അവർ പറഞ്ഞു. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസേഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, അല്ല യജമാനനെ, അടിയങ്ങൾ ആഹാരം കൊണ്ടുവരാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, അല്ല നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു, ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഈ കൊന്നവന്റെ തകർത്തവന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പരമാർത്ഥികൾ, ഞങ്ങൾ പരമാർത്ഥി, ഞങ്ങൾ അവന്റെ മുമ്പിൽ നിന്ന് പറയുക. ഇവൻ ഇത് ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ പരമാർത്ഥികൾ, ഞങ്ങൾ ഒറ്റുകാരുമല്ല, ഞങ്ങൾ ദുർബല ഭാഗം നോക്കാൻ വന്നവരുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് യോസേഫിന്റെ മുൻപിൽ നിന്നും കൊണ്ട് അങ്ങ് ന്യായീകരിക്കുക. യോസേഫ് ചെയ്ത ഭാഗം ഞാൻ പറഞ്ഞുവിടും. പിന്നെ നമുക്ക് വായിക്കാൻ നമുക്ക് സമയമില്ല. ഇവിടെ നിന്ന് യോസേഫ് പറഞ്ഞു, ശരി, നിങ്ങൾ ഒറ്റുകാരല്ലല്ലോ, നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? അത് ഇപ്പൊ പറഞ്ഞു. ഒരുത്തൻ ഇളയവൻ വീട്ടിലുണ്ട്, അപ്പൻ്റെ കൂടെ ഉണ്ട്. ഒരുത്തൻ ഇല്ല. അത് ഇവർക്ക് അറിയത്തില്ല എവിടെ പോയെന്നോ ചത്തോ ഉണ്ടോന്നൊന്നും ഒരുത്തനില്ല. അപ്പം ഇവരെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. യോസേഫ് പറഞ്ഞു, നിങ്ങൾ ശിമയോനെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് പിടിപ്പത്ത് ധാന്യവും എല്ലാം തന്നിയാൻ വിടാം. അവിടെ ചെന്ന് നിങ്ങളുടെ ഇളയ അനുജനെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണം ഇനി വരുമ്പോൾ വരാൻ. ഇവര് പറയുന്ന വാക്കവിടെ വായിച്ചു കേട്ടതാണ്. ഞാൻ മോളെ അതിന്റെ താത്തൊന്ന് വായിച്ചു. ഞാൻ 17 വാക്യം. അങ്ങനെ അവൻ അവരെ 3 ദിവസം തടവിലാക്കി. 3-ാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യും. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യവും കൊണ്ടുപോകും. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരിട്ട് തെളിയും, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറേ അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു. പശ്ചാത്താപം കണ്ടോ? മാനസാന്തരം വരുന്ന വഴിയുണ്ടോ? എങ്ങനെ ഇത് അവ പറയുകയാണ്, നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാണ്. പരമാർത്ഥികളാണേ ഒരു കുറ്റവുമില്ലാത്തവരാ. പക്ഷേ അവസരം കിട്ടിയപ്പോൾ
ഞാൻ ഇന്നയാളോട് ചെയ്ത പ്രവൃത്തി, ഒരു വാക്കുകൊണ്ട് അവൻ്റെ ശുശ്രൂഷയെ, അവൻ്റെ ഭാവിയെ, അവൻ്റെ ആത്മീയതയെ ഞാൻ തകർത്ത് കളഞ്ഞതാണ് ഇതിൻ്റെ കാരണം. നമുക്ക് മനസ്സിലാകില്ല, പക്ഷേ ഈ 10 പേർക്ക് മനസ്സിലായി. ഇത്രയും ഈ കഷ്ടം ഇദ്ദേഹം എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, ഇദ്ദേഹം എന്തിനു നമ്മളിങ്ങനെ പീഡിപ്പിക്കുന്നത്? ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ സഹോദരനോട് ചെയ്ത ആ പ്രവൃത്തി എന്ന് അവർ വിവേചിച്ചു മനസ്സിലാക്കി. നമുക്കറിയാമല്ലോ, നമ്മൾ വല്ലവരോടും പറഞ്ഞിട്ടുണ്ടോ, വല്ലവരോട് ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ പറഞ്ഞില്ലേ, നിർമ്മല ഹൃദയമുള്ളവരല്ലേ, പരമാർത്ഥികളല്ലേ നമ്മൾ. പക്ഷെ അവര് തമ്മിൽ പറയുക. ഇത് പറയുമ്പം യോസേഫ് കേൾക്കുന്നുണ്ട്. യോസേഫ് ഇവരോട് സംസാരിച്ചത് മിസ്രൈമ്യ ഭാഷയില്ല, പക്ഷെ ഇവർ പറഞ്ഞത് ഇസ്രായേലിയരുടെ ഭാഷയില്ല. ഈ ഭാഷ കേട്ടപ്പോൾ അദ്ദേഹത്തിന് പറയുന്നത് പശ്ചാത്താപം വന്നല്ലോ. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായല്ലോ. അല്ല, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ, എന്തെങ്കിലും രോഗം വന്നാൽ, എന്തെങ്കിലും കഷ്ടം വന്നാൽ, എന്തെങ്കിലും നഷ്ടം വന്നാൽ ചുമ്മാതാകുമെന്നാണോ? അല്ലതേ, അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ദൈവത്തിൽ നിന്നോട് ഇടപെടാനുണ്ട്. ഇപ്പം ഈ വേദന അവർ തന്നെ പറയുന്ന നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാണ്. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടറിയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു. നമുക്കൊന്ന് അനുദമിക്കാൻ കഴിയുമോ? ഭിന്നപക്ഷങ്ങൾ മാറാൻ കഴിയുമോ? ഒരു മനസ്സ് കിട്ടുമോ? ഒരു മനസ്സിലേക്ക് വരാൻ, ഒരു ഹൃദയം. സഭായോഗം കഴിഞ്ഞിട്ട് ഇവിടെ ദൈവസാന്നിധ്യമുണ്ടല്ലോ, ദൈവസാന്നിധ്യം വന്നെടുത്ത് പത്രോസും യാക്കോബും യോഹന്നാനും പറഞ്ഞ കാര്യം എന്താ? നാഥ, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ സഹോദരനെ കണ്ടല്ലോ, എൻ്റെ സഹോദരിയെ കണ്ടല്ലോ, എൻ്റെ മാതാവിനെ കണ്ടല്ലോ, എൻ്റെ പിതാവിനെ കണ്ടല്ലോ, എൻ്റെ കുടുംബത്തെ കണ്ടല്ലോ എന്നുള്ള ചിന്ത വന്നോ? എങ്കിൽ നിങ്ങൾക്ക് ഭിന്നപക്ഷങ്ങളില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ നോക്കുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ മറന്നുപോയാൽ നിങ്ങൾക്ക് ഭിന്നപക്ഷം ഉണ്ടാകും. ക്രിസ്തുവിനാണ് ഇവിടെ നിങ്ങൾ ഇത്രയും പേര്. നിങ്ങൾ എന്തെല്ലാം തെറ്റുണ്ട്, എന്തെല്ലാം കുറ്റമുണ്ട്, ഒന്നുമല്ല നോക്കേണ്ടത്. നിങ്ങൾ ക്രിസ്തുവിനാണ്. ക്രിസ്തുവിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഓറഞ്ച്, ആ ഓറഞ്ചിനകത്ത് 10 അല്ലെങ്കിൽ 9 അല്ലിയുണ്ടെന്ന് വിചാരിച്ചോ. ഇതെന്റെ ഒറ്റ ഓറഞ്ചാണ്. ഇതുപോലെ നമ്മൾ ഒന്നാണ്. ഈ ബന്ധം എന്ന് വരും. ഈ ബന്ധത്തിൽ ദൈവസഭയെ കാണാൻ, ദൈവസഭയ്ക്ക് സ്വന്തം കുടുംബത്തെക്കാൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ദൈവസഭയാണെന്ന് കാണാൻ കഴിയുന്ന നാൾ വരെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. ദൈവസഭ എൻ്റെ വീടാണ്. ഹല്ലേലൂയ. നാമോ യേശുവിൻ സ്വർഗീയ കുടുംബം. മാനവർ വസിച്ചിടും വാസസ്ഥലം. ഹല്ലേലൂയ എന്നാണ് നമ്മൾ പാട്ടുകൾ പാടുന്നത്. He is my brother, she is my sister, Father in heaven loves you and me. ഹല്ലേലൂയ. ആ പാട്ടൊക്കെ നമ്മൾ പാടുമായിരുന്നു പണ്ട്. ഈ ചിന്തയിൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് എൻ്റെ സഹോദരിയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എൻ്റെ സഹോദരനാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇതാണ്. അല്ലെങ്കിൽ ഭിന്നതയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കൈപ്പിരിപ്പുണ്ട്. ഇതാണ് സഹോദരന്മാർ പറയുന്നത്. നമ്മുടെ സഹോദരൻ കെഞ്ചി നമ്മളത്, എന്നെ വിറ്റുകളയല്ലേ, എന്നെ നശിപ്പിക്കല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് കെഞ്ചി. പക്ഷേ ഞാൻ അവനെ കൊന്നേ അടങ്ങത്തുള്ളൂ. എന്താണ്? അവന്റെ സ്വപ്നം ഒന്ന് കാണട്ടെ. ഞാനിപ്പോൾ വായിച്ച ഭാഗത്ത് 45-ാമത്തെ അധ്യായത്തില് നമ്മൾ കേട്ടു, യോസേഫ് നിൽക്കുന്നുണ്ട്. നമുക്ക് തന്നെ നടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്നെ അടുക്കുന്നത് പുറത്താക്കണമെന്ന് പറഞ്ഞ് യോസേഫ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അവരുടെ അടുക്കലുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഒന്നായി. ഇപ്പൊ എന്തായി? യോസേഫിന്റെ സഹോദരന്മാർ അവർ പോയി ബെന്യാമീനെ കൊണ്ടുവന്നു, ശിമയോനെ കൊണ്ടുവന്നു. യോസേഫിന്റെ വീടിനകത്ത് വിരുന്ന് നടക്കുകയാണ്. അവർ ഇപ്പോൾ രണ്ടല്ല ഒന്നാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതില്ലേ? ഞാൻ പറയട്ടെ, നമ്മുടെ ആരാധന ഇവിടെ തുടങ്ങി. ഈ ആരാധന തുടങ്ങിയാലേ സ്നേഹം വരുത്തുള്ളൂ, വിശുദ്ധി വരുത്തുള്ളൂ. ആരാധനയില്ല, പാട്ട് മാത്രമായിട്ട് എന്തിന്? ഹല്ലേലൂയ. ആരാധനയ്ക്ക് അകത്ത് പാട്ടുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതല്ല, പാട്ടല്ല ആരാധന.
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഞാൻ പലരെ ഒന്ന് ശ്രദ്ധിച്ചു, പലർക്കും ഒന്ന് തുറന്നൊന്ന് സ്തുതിക്കാനൊക്കെ ഒരു 15 മിനിറ്റ് ആയപ്പോൾ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകുന്നു. കാരണം കർത്താവിനെ അല്ലേ സ്തുതിക്കുന്നത്. സാത്താനെ പിടിക്കുന്ന കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾ ഒരു 15-20 മിനിറ്റ് നന്ദി പറഞ്ഞ് കൃതജ്ഞതയർപ്പിച്ച് സ്തോത്രമെന്ന യാഗമർപ്പിച്ച് നിങ്ങൾ വേറൊരു പാട്ടല്ല പാടേണ്ടത്. നിങ്ങൾ അവിടെ നിന്ന് ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിക്കണം, ദൈവത്തെ സ്തുതിക്കണം വീട്ടില്. അങ്ങനെ ആരാധിച്ച് നിങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നൃത്തം ചെയ്യും. സഭയ്ക്കകത്ത് ഇവിടെ നൃത്തം ചെയ്ത് നമുക്ക് ആരാധിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളം സഹായിക്കട്ടെ. ഇവിടെ ഇവർ ഒന്നായി. എന്താണ് പശ്ചാത്താപം? തെറ്റ് സംഭവിച്ചത് മനസ്സിലായി. നമുക്ക് മനസ്സിലാകുമോ? ചുമ്മാതല്ല എൻ്റെ ഈ കഷ്ടത എന്ന് മാറാത്തത്, ചുമ്മാതല്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവം ഇങ്ങനെ ശരിയാകാത്തത്, ചുമ്മാതല്ല എൻ്റെ ശരീരത്തിന് പൂർണ്ണമായൊരു സൗഖ്യം കിട്ടാത്തത്, ചുമ്മാതല്ല. എല്ലാത്തിനും പറഞ്ഞു നമ്മൾ ദൈവമക്കളാകുന്ന നമുക്ക് ചുമ്മാതൊന്നും ഇങ്ങോട്ട് ഓടിക്കേറി വരത്തില്ലൊന്നും. എവിടെ പിശാച് വന്നെങ്കിലും ചുമ്മാതൊന്നുമല്ല. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ദൈവമക്കളെ, നമുക്കൊന്നും വരാം, നമുക്ക് തെറ്റ് തിരുത്താൻ. ഈ യോസേഫിന്റെ സഹോദരന്മാർ അവരുടെ തെറ്റ് മനസ്സിലാക്കി. ഇത് യോസേഫ് കേട്ടു, കർത്താവ് കേൾക്കും. ഇപ്പൊ ഇതാ വാർത്ത, അപ്പൻ്റെ അടുത്തൊരു വാർത്ത, നിന്റെ മകൻ ജീവനോടിരിക്കുന്നു. നിങ്ങളല്ലേ അവന്റെ അങ്കിക്കകത്ത് കാട്ടുമൃഗം കടിച്ചു കയറിയ ചോരയെ കൊണ്ടുവന്നത്. നിന്റെ മകൻ ജീവനോടിരിക്കുന്നു. യാക്കോബ് വിശ്വസിച്ചില്ല. അപ്പനോട് ദേ യോസേഫ് മിസ്രയീമിന്റെ പ്രധാനമന്ത്രിയാ, നിന്റെ മകൻ യോസേഫ് ജീവനോടുണ്ട്. കണ്ടോ, രഥങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു. മിസ്രയീമിന്റെ വലിയ രഥങ്ങൾ യാക്കോബിനെ കൊണ്ടുപോകാൻ വേണ്ടി അയച്ചു കൊടുത്തിരിക്കുക. രഥങ്ങൾ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. അങ്ങനെ അപ്പനെയും സഹോദരങ്ങളെയുമായിട്ട് അവർ ഒന്നിച്ച് പാർത്ത് ലോകത്തിൽ മശിഹായ്ക്ക് വേണ്ടിയിട്ട് ഒരു ദൈവത്തിന്റെ സ്വന്തം ജനമായി തീർന്നു. ഇതാണ് നമ്മളെ പദ്ധതി. ഇന്ന് ഭിന്നപക്ഷങ്ങളുമാണ്. ഉള്ളിൽ ചിരിച്ച് അല്പസമയം വേറിട്ട് സഭായോഗം തീരുന്നതിന് ഓടരുത്. സഭായോഗത്തിന് മുമ്പേ വരണം. തമ്മിലൊന്ന് ആശ്ലേഷിക്കാൻ, കെട്ടിപ്പിടിക്കാൻ, ഒരുമിച്ചിരുന്ന് ഇടക്കുട്ടങ്ങൾക്ക് നീ വരാത്തിടത്തോളം കാലം നിന്റെ ഹൃദയത്തിനകത്ത് ഐക്യതയില്ല, ഒരുമയില്ല, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യമില്ല. ഹല്ലേലൂയ. അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ആത്മീയ കാര്യങ്ങൾക്ക് ശുഷ്കാന്തി കാണിക്കണം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് ഈ വരങ്ങളെ സഹായിക്കണം.